എപ്പോഴും വിചാരിക്കോടി നിന്നെ. എനിക്കറിയാൻ വയ്യായോ നിന്റെ പാട്. എന്നാലും നീ വന്നല്ലോ. ആ, നീ വല്ലോം കഴിച്ചോ? ഉം. കാലത്തെ ഗോതമ്പിന്റെ കഞ്ഞി കുടിച്ചായിരുന്നു. വല്യപ്പച്ചന് വെച്ച് കുടിച്ചില്ലെന്നേ. പിന്നെ കളയുന്ന എങ്ങനെയാന്ന് കണ്ട് ഞാനങ്ങ് കുടിച്ചു. ആ, സിസിലി കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നടി? ഉം. പഠിക്കത്തില്ല കൊച്ചമ്മേ. എങ്ങനെയും പഠിപ്പിക്കണോന്ന് വെച്ചാ അവള് വിചാരിക്കണ്ടായോ? രാജന്റെ വിവരം വല്ലതും ഉണ്ടോ? ഉം. കത്ത് വാങ്ങാൻ പോയാ ഞാൻ. വരുന്ന വിവരമൊന്നും പറയാറായിട്ടില്ലെന്ന്. വരണമെന്നുണ്ട്. അല്ലേ, പൊന്നമ്മയും ജോണിക്കുട്ടിയൊക്കെ എന്തിയെ? പൊന്നമ്മ എള്ളുപറമ്പത്തോട്ട് പോയേക്കുവാ. അവിടെ ലീലാമ്മ വന്നിട്ടുണ്ട്. ജോണിക്കുട്ടി എവിടെ പോയോ? അവന്റെ കാര്യം അങ്ങനാടി. ഒന്നും ആയില്ലല്ലോ എന്റെ കുഞ്ഞിന്. എന്നാ കരാറുപണി കുറച്ച് അവനെ കൂടെ ഏൽപ്പിക്കാന്ന് ഞാൻ എപ്പോഴും പറയും. അതിവിടുത്തെ ആള് കേക്കത്തില്ല. അവനും ചോദിച്ചെന്നാ ഞാൻ അറിഞ്ഞെ. അത് വേണ്ടാന്നാ. വളർന്ന പിള്ളേർക്ക് ചുമ്മാ നിൽക്കാൻ പറ്റുമോ? പിന്നെ അവനെ എന്നെ നോക്കുന്നെ. വല്ലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുമെങ്കിലും ചെയ്യും. അല്ലേ, നീ വല്ലപ്പോഴും കൂടെ വീട്ടിൽ വന്നേച്ച് ഒന്നും തരാതങ്ങ് വിട്ടാലോ? ഇച്ചിരി കാപ്പിയെങ്കിലും കുടിച്ചാട്ടെ. പെണ്ണേ, പെണ്ണേ. അല്ലേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുവാ? അല്ലേ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഇച്ചിരി കാപ്പി ഇട്ടോണ്ട് വാടി. എനിക്കും വേണം കേട്ടോ. മാന്നാത്തുകാരിയാ. പിഴപ്പില്ലാതെയും കണ്ട് നിന്നതാ. നമ്മുടെ വാർപ്പിന് പോകുന്ന പുന്നൂസുമേശ്ശേരി ഉണ്ടല്ലോ, അയാള് പറഞ്ഞേച്ചയാ. ഓ, വലിയ ഒരുക്കക്കാരിയാ. മൊത്തം സമയവും കണ്ണാടിയുടെ മുമ്പിലാ. എനിക്കൊരാവശ്യത്തിന് വിളിച്ച കിട്ടത്തില്ല അവളെ. പ്രായവാ തല്ലിയോടി. ഉം.
ഇതെല്ലാം കൂടെ അടച്ചിട്ടോണ്ട് അകത്തിരുന്ന ആർക്കാ കൊച്ചമ്മ ദീനം വരാത്തെ? വാദപ്പനിയല്ല, ഉടല് വിറയ്ക്കുന്ന തുള്ളപ്പനിയും വരും. ഓ, അത് പറഞ്ഞിട്ട് കാര്യമില്ല ദീനായേ. എനിക്കിത് മാറത്തില്ല. പൊന്നമ്മയെ പ്രസവിച്ച് വയറൊഴിഞ്ഞ പിന്നെ എനിക്ക് ദീനം ഒഴിഞ്ഞ നേരമില്ല. അതിന് ശേഷമാ എനിക്ക് ഈ മുട്ടിനു വേദനയും നടുവിന് പിടുത്തവും എല്ലാം തുടങ്ങി. അന്നത്തെ പ്രസവരക്ഷ തെറ്റിയതാന്നാ വൈദ്യര് പറയുന്നേ. ഇനിയിപ്പൊ എന്തോയിനാ കതിരെ കൊണ്ടുവന്ന് വളം വയ്ക്കുന്ന കൂട്ട്. ചുമ്മാ ഇരി കൊച്ചമ്മേ. ഇച്ചര എന്തെങ്കിലും വയ്യാതെ വന്നാ എന്തോ എങ്ങനെ ആദ്യം എടുക്കുന്നേ? ചുമ്മാതല്ലടി, എനിക്ക് അന്നേ ഒരു ദീനം വന്ന അത് മാറത്തില്ല. ഇപ്പോ എനിക്ക് ഈ പനിയും സ്ഥിരവാ. എല്ലാ മാസവും ഉണ്ട്. 5 ദിവസം ഈ പനിയും വിറയും. ഇതെന്നെയും കൊണ്ടേ പോത്തുള്ളൂ. ഇച്ചര അനന്ന വെള്ളത്തിന് നോക്കിക്കിടക്കേണ്ടി വരുവോന്നാ. തന്നെയുമല്ല, വന്നു വന്ന് മനസ്സിനകത്തൊരു വല്ലാഴികയാ. ഉറങ്ങാൻ കിടന്നാ ഉറക്കം വരത്തില്ലെന്നേ. എപ്പോഴേലും ആ ഉറങ്ങുന്നേ. ഉറങ്ങിയാലും ഒരു സ്വസ്ഥതയേയില്ല. ഉറങ്ങാൻ എനിക്കിപ്പോ അങ്ങ് പേടിയാ. നേരാടി ഈ പറയുന്നേ. ഞാൻ ഉറക്കത്തിൽ കിടന്ന് കരയുന്നേ അവക്കങ്ങ് പേടിയാ. അതാ ആ പെണ്ണു ഇപ്പൊ ഈ മുറി കിടക്കത്തില്ല. കർത്താവേ, ശ്വാസം പോകുന്ന കൂട്ടാ. ചിലപ്പോ ഒറ്റയ്ക്ക് മച്ചി നോക്കി കിടക്കും. കണ്ണടച്ച ഓരോന്നൊക്കെയാ കാണുന്നേ. ഇടയ്ക്കിടയ്ക്കിപ്പോഴ് ഒരു കിനാവ് കാണും. രാത്രി ആരാണ്ട് വന്നെന്നെ വയറ്റി തൊഴിച്ചു മലർത്തുന്നതിന്റെ കൂട്ട്. ഉറങ്ങുമ്പോഴ് പുസ്തകം തലയ്ക്ക് വെച്ചാ കിടക്കുന്നത്. എന്നാലും കാണുവടി. എന്തവാ കാണുന്നേ? ലൈറ്റൊക്കെ അണച്ചേച്ച് ഞാൻ വീടിന്റെ മുമ്പിലത്തെ തിണ്ണയിലിരിക്കുവാ. ഫിലിപ്പോച്ചായൻ എവിടാണ്ട് പോയേച്ചും വന്നില്ല. അതാ കാത്തിരിക്കുന്നേ. വീട്ടിൽ വേറെ ആരുമില്ല. മൊത്തം ഒഴിഞ്ഞു കിടക്കുക. അപ്പോഴുണ്ട് വടക്കേ മുറ്റത്ത് ആരാണ്ട് നടക്കുന്നതിന്റെ കൂട്ട്.
ഞാൻ ലൈറ്റ് ഇട്ടപ്പോഴുണ്ട് കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു. അത് കത്തുന്നില്ല. ഞാൻ അടുക്കളയിൽ പോയി നമ്മുടെ മുട്ടകളൊക്കെ എടുത്തോണ്ട് വന്ന് അത് കത്തിച്ചു. അപ്പോഴുണ്ട് മുറ്റത്തൊരാളിന്റെ കാല്. അത് പടികേറി വരുവാ. ഞാൻ വിളക്ക് മേപ്പോട്ട് പൊക്കി പിടിച്ചു നോക്കി. മുഞ്ഞിക്കൊപ്പം എത്തിയപ്പോഴ് അയാൾ അതങ്ങ് ഊതിക്കെടുത്തി കളഞ്ഞു. എന്നേച്ച് എന്റെ പൊന്നമ്മച്ചിയെ എന്റെ കഴുത്തെ കുത്തിപ്പിടിച്ചേച്ച് വയറ്റെ വലിച്ചൊരു തൊഴിയാ. ഞാൻ മലന്നു പോയെന്റെ കൂട്ടാ. നേരായിട്ടും തീനായേ. ഉറക്കത്തി ഞാൻ കിടന്ന് തൊണ്ട കീറും. ഉറക്കത്തി ഞാൻ അറിയൂടി ആ വേദന. ആരാണ്ട് വേര് പറിച്ചെടുക്കുന്ന കൂട്ടുള്ള വേദനയാ. ശ്വാസം പോയി കിടക്കുമ്പോഴ് പിന്നെയും കാല് വലിച്ചു തൊഴിക്കും. കൊല്ലാനെ കൊണ്ട് തൊഴിക്കുന്ന കൂട്ട്. ഞാനും കാണും കൊച്ചമ്മേ, ഇടയ്ക്കിടയ്ക്ക് ഇതേ കിനാവ്. എനിക്കങ്ങ് പേടിയാ അപ്പച്ചനെ പിന്നെ കാണുമ്പോഴ്. കാമു, അക്കാമ എന്തിയേ? എന്തവാ? ഇഞ്ഞു വന്നേ. തമ്പുരാനെ, എന്തവാ ഇത്? കണ്ടത്തിലെ ചേറ് മൊത്തം ഉണ്ടല്ലോ മേത്ത്. ആഹാ, പിന്നെ കണ്ടത്തിൽ കന്നനെ പൂട്ടാൻ പോയ മേത്ത് സ്വർണ്ണത്തിരിയാ നോടി പറ്റുന്നേ. ആ, അവിടെ നില്ല, അവിടെ നില്ല്. വെള്ളം ഒഴിച്ചേച്ച് കേറിയാ മതി അകത്തോട്ട്. ഓ പിന്നെ അയ്യോ, ഇത് കണ്ടില്ലയോ? കർത്താവേ, തിണ്ണ മൊത്തം വെള്ളം ഒഴിച്ച് കഴിയേച്ച് മാറിയതേ ഉള്ളു. അന്തവും കൊന്തവും ഇല്ലാത്ത പണിയല്ലയോ ഇത്? കർത്താവ് കണ്ടടി. പിന്നെ കർത്താവ് കാണയല്ലയോ നിന്നെ ഞാൻ കൈക്ക് പിടിച്ചോണ്ട് വന്നേ. നമ്മുടെ താഴെ നിലത്തി നാളേക്ക് വെച്ചിരിക്കുക നടിയിൽ. പെരയന്മാരോടും പെണ്ണാളോടും പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ഞാറേറ്റതേ പാക്കതറയിലെ മൂപ്പിതിൻ്റെ അവിടുന്നാ. പക്ഷെ പൂട്ടിക്കൊണ്ട് നിന്നപ്പോഴാ കടയപ്പറമ്പിലെ പാപ്പി വന്ന് പറഞ്ഞ് മൂപ്പിന്നിൻ്റെ അവിടുന്ന് ഞാറില്ലാന്ന്. അതാ നാറാമൂഴിക്കാരും നായന്മാരുടെ ഒരേ പണിയാ. ഓ, നായന്മാരുടെ നിലത്ത് തുപ്പായി വിളയിറക്കുന്ന ഓർത്താ മനം മറിക്കത്തില്ലയോ അവന്മാർക്ക്? അപ്പൊ പിന്നെ എന്തോ എടുക്കും? കീരിക്കാട്ടൂന്ന് ഞാറ് കൊണ്ടുവന്നായാലും നാളെ നടിയിൽ നടത്തിയേ പറ്റത്തുള്ളൂ. എന്റെയും പിള്ളേരുടെയും ചോര വീണ മണ്ണാതെങ്കി നാളെ നടിയിൽ നടത്തും ഞാൻ. അത് കേട്ടപ്പോഴേ കാളെ ചെറുക്കനെ ഏൽപ്പിച്ചേച്ച് ഞാൻ ഇങ്ങോട്ടിങ്ങി പോന്നു. ഇടത്തും വലത്തും കൂട്ടിയിട്ടൊക്കത്തില്ല. എങ്ങൂന്നെങ്കിലും വായ്പയ്ക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. പാക്കുതറയെ മൂപ്പിതിന് കൊടുക്കാൻ വെച്ചതും പിന്നെ കയ്യിലുള്ള കുറച്ചുകൂടെ കൂട്ടിയാലും 10-20 ചക്രം പിന്നെയും വേണം. വീട്ടിക്കൊത്ത അടയ്ക്കാമരം വല്ലവും വിലയ്ക്ക് ചോദിച്ചാലും മുമ്പേറാരും ചക്രം തരത്തില്ല. എന്നാലേ ഒരു മുതൽ വാങ്ങാനെ കൊണ്ട് ആളുണ്ട്. മുമ്പേറ് കായും തരും. എന്തോ മുതലാ? ചെരുവിലെ ചീലാന്തിയാന്നേ അത് വില പറഞ്ഞാൽ കരള് നോവും. നമുക്കൊരു കട്ടിലുണ്ടാക്കാനെ കൊണ്ട് വെച്ചേക്കുമായിരുന്നു ഞാനത്. കട്ടിലും കട്ടിളയൊന്നും വിൽക്കണ്ട, പിന്നെ വഴിയുണ്ടെന്നേ. പിന്നെ എന്തോ മുതലാടി ഇരിക്കണ്ടേ? ആണ്ടേ ഈ മുതല്. എന്നെയോ? ആട്ടെ, മുതൽ വാങ്ങാൻ വന്നേക്കുന്ന ആരാ? അങ്ങ് തെക്ക് എടപ്പോണിന്നൊരു പെമ്പിളയാ. എത്ര ചക്രം വേണം? അത് നീ തന്നെ പറ. ഒരു 25 ചക്രം തരാം. അതിന് ചേക്കയ്ക്കോ ചെറുപ്പിനോ കൊണ്ടുപോകാൻ പാകത്തിന് ഒരു കാളെ കിട്ടത്തില്ലല്ലോ. അയ്യേ, ഇതേന് നാണോ ഇല്ലയോ? ആ പോട്ടെ, 25 ചക്രമെങ്കിൽ 25 ചക്രം. എന്നാ കച്ചവടം ഉറപ്പിക്കട്ടോ. ഒരറപ്പുകാളുടെ വിലയായുള്ളൂ. എന്താ വേണ്ടാതീനം പറയുന്നേ? നോക്കണം, കോഴിയുടെ മുട്ട വിറ്റതും പഴന്തേങ്ങ കൊടുത്തേ എല്ലാം കൂടെ ഞാൻ സൂക്ഷിച്ചു വെച്ച അത്രയുണ്ടെന്ന് തോന്നുന്നു. നില്ലേ, ഞാൻ പാട്ട് എന്ന് പെറുക്കി എണ്ണി നോക്കട്ടെ.
എണ്ണണ്ട, അത്രയും കാണും. പിന്നെ അതൊഴിയാതിരിക്കാനെ കൊണ്ട് ഒരു 2 ചക്രം അധികവും കാണും. നീ അതിൽ നിന്ന് 2 ചക്രം മാറ്റിവെച്ച് മൊത്തം ഇങ്ങ് തന്നേര്. സോളമന് ബാൽഹമോണിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്താറെ അവൻ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 1000 വെള്ളി നാണയങ്ങൾ കിട്ടി. സോളമൻ 1000 ഉണ്ടായിക്കൊള്ളട്ടെ, കൃഷിക്കാർക്ക് 200 ഉണ്ടായിക്കൊള്ളട്ടെ. എൻ്റെ മുന്തിരിത്തോട്ടം എൻ്റേതു മാത്രമാണ്. എൻ്റെ മണവാട്ടി അടച്ചിട്ട ഉദ്യാനമാണ്, മുദ്രവെച്ച നീരുറവ. മാതളത്തോട്ടം നിന്നിൽ വളരുന്നു, അത് വിശിഷ്ടഫലം പുറപ്പെടുവിക്കുന്നു. മൈലാഞ്ചിയും കുങ്കുമവും വയമ്പും ഇലവങ്കവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും നീറായും എല്ലാ മികച്ച സുഗന്ധദ്രവ്യങ്ങളും അവിടെയുണ്ട്. ഉദ്യാനത്തിലെ ഉറവയാണ് നീ, ജീവജലത്തിൻ്റെ കിണർ, ലബനോനിൽ നിന്നും ഒഴുകുന്ന അരുവി. ഉദ്യാനത്തിലെ ഉറവയാണ് നീ, ജീവജലത്തിൻ്റെ കിണർ, ലബനോനിൽ നിന്നും ഒഴുകുന്ന അരുവി.